രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് പേടിച്ച് കരയുന്ന കുട്ടികളെ വാപ്പ ഉറക്കിയാൽ ഉണരൂല എന്നാണ്. നിങ്ങൾ പോയി നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊല്ലം വേദന വിളിക്കണ്ട. അപ്പൊ എന്താ പറഞ്ഞു നിങ്ങള്? വാപ്പ ഉറക്കിയാൽ, ഉമ്മ ഉറക്കിയാൽ ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന കുട്ടീനെ വാപ്പ ഉറക്കിയാൽ ഉണരൂല. 7 ദിവസം ഉറക്കിയാൽ മതി. വാപ്പ ഉറക്കിയാൽ പേടിച്ചുണരൂല. എന്തേ കാരണം? ഉമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകിൽ നിന്ന് കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതന്നെയാണ് കരയാത്തതിന്റെ കാരണം. അതുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറുണ്ടെങ്കിൽ അവൻ ഏറ്റെടുക്കും. മെഡിക്കൽ കോളേജിൽ കടന്ന് കുറേ അഡ്മിറ്റ് ആയിട്ട് അങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പെരേക്ക് കൊണ്ടുപോയിക്കോളി, അല്ലാതെ ഇപ്പോൾ ഒരു വയ്യും ഇല്ല, നിങ്ങൾ പടച്ചോനോട് പറഞ്ഞോളി, അല്ലാതെ ഇപ്പോൾ ഒരു വയ്യും ഇല്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടക്കുകയാണ് രോഗിനെ. വണ്ടി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഫോൺ എടുത്തിട്ട് പള്ളിക്കത്തെ ഉസ്താദിനെ വിളിക്കും. പിന്നെ ഉസ്താദേ, വാപ്പാനെ പെരേക്ക് കൊണ്ടുവരാനാണ് ഡോക്ടർ പറഞ്ഞത്, ഇനി പടച്ചോനോട് പറഞ്ഞോളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ദോരക്ക് കൊണ്ടിട്ട്, അല്ലാതെ ഇപ്പം എന്താ കാട്ടുക? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാതെ എന്തെങ്കിലും കാട്ടാണ്ടെങ്കിൽ ആവും കൂടിയാണ് കാട്ടിയിട്ടേ പടച്ചോനോട് പറയുള്ളൂ എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ ദോരക്ക് ആലോചിച്ച് നോക്കാണ്. ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരും ദോരക്കൂല. നമുക്കൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മളൊക്കെ നാടുകളിൽ മജ്‌ലിസുന്നൂർ ഉണ്ടാവും. ഞാൻ പലപ്പോഴും മജ്‌ലിസുന്നൂറിന്റെ വാർഷികത്തിന് പോകലുണ്ട്. ആൾക്കാർ വിളിച്ചുണ്ടായിട്ട് ഇങ്ങനെ മജ്‌ലിസുന്നൂർ കഴിയാൻ നേരത്ത് കുറേ കടലാസ് ഉണ്ടാവും ദോരക്കാളിലെ. കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറാന്, കാലിൻ്റെ തള്ളാമ്പലിൻ്റെ നഖം പോകുന്നത് ശിഫയാകാന്, വയറുവേദന മാറാന്, ഓപ്പറേഷൻ നേരാവാന്, എങ്ങനെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ, പെരപ്പണി തീരാന്, കടം വീടാന്, ഇങ്ങനെ കുറേ സംഗതി ഉണ്ടാവും. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മജ്‌ലിസുന്നൂർ നടത്തുന്നത്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ കാൽമുട്ട് വേദന മാറാനാണ് മജ്‌ലിസുന്നൂർ നടത്താൻ പറഞ്ഞത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ദ്വാരക്കണ്ടെന്നൊന്നല്ല ഈ പറഞ്ഞ കേട്ടോ. എഴുതി കൊടുക്കും വേണം, ദ്വാരക്കും വേണം, ഒക്കെ വേണം. പക്ഷെ ഹൈദറിൽ ഞങ്ങൾ പാപ്പേ കാൽമുട്ടിന്റെ വേദന മാറാൻ വേണ്ടി പറഞ്ഞതല്ല മജ്‌ലിസുന്നൂർ. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ പേരപ്പണി തീരാൻ വേണ്ടി പറഞ്ഞതല്ല. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ ഗൾഫിലുള്ള കുട്ടികളെ ജോലി ശരിയാകാൻ വേണ്ടി പറഞ്ഞതല്ല. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ മജ്‌ലിസുന്നൂർ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് ആഖിബത്ത് നന്നാവാനാണ്. ഞാനിവിടെ വന്നതിന്റെ ശേഷവും വരുന്നതിന്റെ മുന്നേ വാട്സപ്പിലും ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളൊഴിച്ച് ഒരു മനുഷ്യൻ പോലും ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദ്വാരക്കണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ടില്ല. അതിനെന്താ ദ്വാരക്കണ്ടേ നമുക്ക്? ഞാൻ ദ്വാരക്കും, അത് വേറെ കാര്യം. ഞാൻ ദ്വാരക്കും, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ദ്വാരക്കും, അത് എൻ്റെ ബാധ്യതയാണ്. പക്ഷെ ഈ പറഞ്ഞവർക്കൊരു ബാധ്യതയില്ല ആഖിബത്ത് നന്നാകുക എന്നുള്ളത്. പക്ഷെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ മജ്‌ലിസുന്നൂർ ഓതാൻ പറഞ്ഞത് കാലിന്റെ മുട്ടിന്റെ വേദന മാറാനല്ല, ഗൾഫിലുള്ള മോന്റെ വിസ ശരിയാകാനല്ല, ആഖിബത്ത് നന്നാവാനാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ ദുആ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ആഖിബത്ത് നന്നാവുമ്പോൾ കടാണ്ട് വീടിക്കോളും. ആഖിബത്ത് നന്നാവണമെങ്കിൽ ബാധ്യതകളൊക്കെ തീർന്നോളും. ആഖിബത്ത് നന്നാണെങ്കിൽ മാലിലും ഔലാദിലും ബറക്കത്ത് ഉണ്ടായിക്കോളും. ഓട്ടോമാറ്റിക് അല്ല അത്. അതുകൊണ്ട് ആഖിബത്ത് നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിഷയമൊന്നും നമുക്കൊരു ചിന്തയില്ല. എന്തേ പറഞ്ഞു അറിയോ? പറയാണ്ടായ കാരണം ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് നമ്മൾ ദ്വാരക്കണതിനെ പറ്റി ആലോചിക്കുക. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരും ദ്വാരക്കൂലല്ലോ, വലിയ കാര്യത്തിന് ദ്വാരക്കുള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ദ്വാരക്കാണെന്ന് വിചാരിക്കാം. അല്ലാഹുവേ പനി തരരുതേ റബ്ബേ, ജലദോഷം തരരുതേ, മൂക്കൊലിപ്പ് തരരുതേ പടച്ചോനെ, ചുമ തരരുതേ അല്ലാ എന്നൊക്കെ ദ്വാരക്കാണെങ്കിൽ ഒറ്റ മനുഷ്യനും ആമീൻ പറയില്ല. അതേ സമയത്ത് അല്ലാഹുവേ ക്യാൻസർ തരരുതേ റബ്ബേ, കുഷ്ഠം തരരുതേ, വെള്ളപ്പാണ്ട് തരരുതേ, കീറി മുറിക്കുന്ന അസുഖങ്ങൾ തരരുതേ, റോഡിൽ അരക്കല്ലേ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആമീന്ന് പറയും. വലിയ ദ്വായിട്ട് നിങ്ങളെല്ലാവരും കാണുന്നത്. നിങ്ങൾ എന്നുള്ളത് നിങ്ങളെ ഉദ്ദേശമല്ല, മൊത്തത്തിൽ മനുഷ്യന്മാരെ അങ്ങനെ കാണാം.
ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരും ദ്വാരക്കൂല. എന്താ കാരണം എന്ന് അറിയാം? എന്താ അപ്പൊ പനിക്കൊക്കെ എത്ര ദ്വാരക്കുള്ളത്? അതൊരു പാരസിറ്റാമോൾ കുടിച്ചാൽ പോരെ എന്നാണ്. ചില വിവരം നമ്മളെ വല്ലാതെ സ്വീപ്പാക്കും. ചില വിവരങ്ങൾ നമ്മളെ വല്ലാതെ സ്വീപ്പാക്കും. പനിക്ക് പാരസിറ്റാമോൾ മതി എന്ന വിവരമാണ് ദ്വാരക്കാത്തതിന്റെ കാരണം. തലവേദനക്ക് ക്രോസിൻ കഴിച്ചാൽ മതി എന്ന വിവരമാണ് ദ്വാരക്കാത്തതിന്റെ കാരണം. അതേസമയത്ത് ക്യാൻസർ പിടുത്തം വിട്ടു നമ്മൾ ദ്വാരക്കും, കുഷ്ഠം പിടുത്തം വിട്ടു നമ്മൾ ദ്വാരക്കും, കിഡ്നിയുടെ അസുഖം പിടുത്തം വിട്ടു നമ്മൾ ദ്വാരക്കും, കരളിന്റെ അസുഖം പിടുത്തം വിട്ടു നമ്മൾ ദ്വാരക്കും, ഹാർട്ടിന്റെ അസുഖം വന്നാൽ ദ്വാരക്കും ചെയ്യും, ദ്വാരക്കാൻ പറയും ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സമൂലമായ മാറ്റമുണ്ടാവണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ തുടങ്ങണം. പടച്ചോനെ പനി തരരുതേ എന്ന് ദ്വാരക്കണ അവസ്ഥ ഉണ്ടാവണം. അല്ലാഹുവേ തലവേദന തരരുതേ എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം. ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരും ദ്വാരക്കലില്ല, വലുതിനെ ദ്വാരക്കുള്ളൂ. അതിന്റെ കാരണം ചെറുതൊക്കെ നമ്മക്ക് തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലോ, വലിയനല്ലേ ഇപ്പൊ നമ്മക്ക് അള്ളാനെ വേണ്ടത് എന്നാണ്. സത്യത്തിൽ ഒരു സെക്കൻഡിന്റെ ഒരു നാനോ മൈക്രോ അംശം പോലും അള്ളാഹുവിന്റെ പിന്തുണയില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറഞ്ഞത് നിസ്കരിക്കാൻ വേണ്ടി മുക്രി പള്ളിക്കെന്ന് വിളിക്കുമ്പോഴാണ്. ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വരി എന്ന് പറയുമ്പോൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ ഇന്നെ കൊണ്ടൊന്നിനും പറ്റൂല. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മളാണ് ഏൽപ്പിക്കാൻ തയ്യാറാണ്, അപ്പോനാണ്ട് ഏറ്റെടുക്കും. മനസ്സറിഞ്ഞ് ഏൽപ്പിക്കണം എന്നാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നല്ല അടിമകൾ ആരാണെന്ന് വിശദീകരിക്കുകയാണ്. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ നല്ല അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഒരു കൂട്ടരാണ്, യംശൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിലൂടെ നല്ല നിലയിൽ നടക്കുന്നു. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് അവസാനം എത്തുമ്പോ കാണും അങ്ങനത്തെ ആൾക്കാർ കുറെ ദുആ നടത്തും. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ കണ്ണിന് ഞങ്ങൾക്ക് കുളിർമ നൽകി അനുഗ്രഹിക്കണമേ. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഒരു ദുആയുണ്ട് മക്കൾക്ക് വേണ്ടി. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഒരു ദുആ മക്കൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടി അത് ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തുഖ്സിനി, എന്നെ നീ ടെൻഷനാക്കരുത്. യൗമ യുബഅസൂൻ, ബിഅസത്തിന്റെ നാളില്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അന്ന്. ഇല്ലാമൻ, ഒരാൾക്കൊഴികെ, അത്തല്ലാഹ, അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ചെന്നിരിക്കുന്നു. ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടി. നല്ലോണം ശ്രദ്ധിക്കണം മോമിനിങ്ങളെ, നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയണ കേട്ടോ.